ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം എപ്പോഴും നമ്മെ വിലയിരുത്തുകയാണ്. നമ്മുടെ തീരുമാനങ്ങളെക്കാളും കഴിവുകളെക്കാളും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കപ്പെടുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഓരോരുത്തരും തൻ്റെ അഭിമാനം ചോർന്നു പോകുന്നത് അറിയുന്നില്ല. അഭിമാനം എന്നത് മറ്റുള്ളവർ തരുന്നതല്ല, നമുക്ക് നമ്മളോട് തന്നെ തോന്നേണ്ടതാണ്. സ്വന്തം അഭിമാനം ഇല്ലാതാക്കുന്ന 5 പ്രധാന കാര്യങ്ങൾ ഇവിടെ പറയാം. ഇവയെ മനസ്സിലാക്കി ജീവിതം തിരിച്ചു പിടിക്കുമ്പോഴാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യൽ. അവൻ എത്ര മാർക്ക് നേടി, നിനക്ക് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ. അവരുടെ ജോലി നോക്കൂ, നിനക്ക് എന്താണുള്ളത്, ഇതുവരെ ജോലി ലഭിച്ചില്ലേ, അവരുടെ സൗന്ദര്യം പോലെ നിനക്കില്ലല്ലോ. അങ്ങനെ നമ്മുടെ ജീവിതം മറ്റൊരാളുടെ നോട്ടവുമായി എന്തിന് താരതമ്യം ചെയ്യണം? നമ്മളാണ്, നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്കാണ് അറിയുന്നത്. ആരെയും കാണിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക എന്ന് കരുതി തോന്നിയതുപോലെ ജീവിക്കുക എന്നല്ല കേട്ടോ. അതിനർത്ഥം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ്. ഓരോ വ്യക്തികളും അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ പോരാട്ടത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നില്ല. മറ്റുള്ളവർ എന്തും നേടിക്കോട്ടെ, എന്തും ചെയ്തോട്ടെ, യു ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ താരതമ്യത്തിൽ നിന്നും ഒഴിവാവുക. നിങ്ങളുടെ യാത്ര നിങ്ങളിലൂടെയാവണം. തുടർച്ചയായ വിമർശനം, നിരന്തരമായ കുറ്റപ്പെടുത്തൽ. നിനക്കിതൊന്നും കഴിയില്ല, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇതുപോലെ ഒരു കുടുംബത്തിൽ, വിദ്യാലയത്തിൽ, തൊഴിലിടങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന എതിർഭാഷകൾ. ഒരാളുടെ ആത്മാഭിമാനത്തിൽ ചോദ്യം ചെയ്യുന്നത് കുറ്റമാണ്. വിമർശനം അനിവാര്യമാണ്, പക്ഷേ അത് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയാവണം, നശിപ്പിക്കാനല്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും വൈകല്യങ്ങൾ. വൈകല്യങ്ങളില്ലാത്തവരെ മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയില്ല. ഒരു കാര്യത്തിൽ പോരായ്മയുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് അടിപൊളിയായിരിക്കും. അതാണ് മനുഷ്യർ. സോഷ്യൽ മീഡിയകളിൽ ട്രോൾ എന്ന് പറഞ്ഞ് പച്ചയായി മനുഷ്യരെ തിന്നുകൊണ്ടിരിക്കുകയാണ്. വെറും യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി പല ആളുകളും സ്വയമേയുള്ള കുറ്റങ്ങൾ മറച്ചുവെച്ച് ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇത്തരം വിമർശനങ്ങൾ ഒരാളുടെ ജീവിതം തകർത്താനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു വിമർശനത്തിലൂടെ സ്വയമേ നമുക്ക് തന്നെ തോന്നുന്നതാണ് ഇതിനൊന്നും എനിക്ക് കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ആരുടെയും വിമർശനം കേൾക്കാതിരിക്കുകയും കുറ്റപ്പെടുത്തൽ കേൾക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതം അടിപൊളിയാകും. അതുപോലെ തന്നെ നമ്മളും ശ്രദ്ധിക്കേണ്ടത്, നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മളെ കുറ്റപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരെയും നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. പണ്ടത്തെ പിഴവുകൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. നമ്മുടെ ഓരോ പിഴവും തിരിച്ചുപോയി ഓർക്കുന്ന ഓരോ വട്ടവും നമ്മുടെ ആത്മാഭിമാനം 1 ഇഞ്ച് വീതം താഴേക്ക് വീഴുകയാണ്. പണ്ടത്തെ നിങ്ങളല്ല ഇന്ന്. നിങ്ങളുടെ വേദനകൾ നിങ്ങളെ കൂടുതൽ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിഴവുകൾ പാഠങ്ങളായി കാണുക, തടസ്സങ്ങളായി അല്ല. തോൽവി വിജയത്തിൻ്റെ അധ്യാപികയാണ്. തോൽവികളിൽ കുടുങ്ങിക്കഴിയുന്നത് അഭിമാനത്തെ തകർക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പലവരും ശ്രമിക്കും. എന്നാൽ അതിലൊന്നും വീഴാതെ നിങ്ങളുടെ പിടിവള്ളിയായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവരുടെയും അംഗീകാരം മാത്രമേ ലക്ഷ്യമാക്കുന്നുള്ളൂ എങ്കിൽ അവൻ എൻ്റെ പോസ്റ്റ് ലൈക്ക് ചെയ്തില്ല, എന്നെ കണ്ടപ്പോൾ മുഖം തിരിച്ചു, ഞാൻ ചെയ്യുന്നതിന് ആരും പ്രശംസിച്ചില്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അസന്തുഷ്ടരാകുന്നു. കാരണം അതാണ് നാം നമ്മുടെ അഭിമാനം പൂർണ്ണമായും മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക, സ്വയം പ്രശംസിക്കുക, അംഗീകരിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ സ്വന്തം മൂല്യബോധത്തിൽ നിന്ന് ആരംഭിക്കുക. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശംസ ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു സ്പോട്ടിൽ എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുമായിരിക്കും, നിങ്ങൾക്ക് നല്ല അംഗീകാരങ്ങൾ കിട്ടുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഈ പ്രശംസിച്ച ആളുകൾ നേരെ നിങ്ങളെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കും. അതൊക്കെ നിങ്ങളെ വല്ലാണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് അത് വല്ലാണ്ട് ബാധിക്കും. അതുകൊണ്ട് ആരുടെയും പ്രശംസയോ ആരുടെയും അംഗീകാരമോ നിങ്ങൾ ലക്ഷ്യം വെക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യം അത് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം പ്രചോദനമാക്കുന്നതായിരിക്കണം. സ്വയം നിഷേധിക്കുന്ന ചിന്തകൾ. ഞാൻ എന്തിനാണ് പ്രയാസപ്പെടുന്നത്, ഞാനാണോ അതിന് പറ്റിയത്, എൻ്റെ വിധി ഇതാണ്, ദൈവം എന്തിനെന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു, ഇതൊക്കെ നമ്മൾ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതൊക്കെ നമ്മെ പടുകുഴിയിലേക്ക് തള്ളുന്ന സ്വയം വിളികളാണ്. സ്വന്തം അഭിമാനത്തെ സംരക്ഷിക്കുക. അത് നഷ്ടമായാൽ എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ശ്രമിക്കും, ഞാൻ ചെയ്യും, ഞാൻ വളരുമെന്ന് സ്വയം പ്രചോദനമാവുക. നിങ്ങളുടെ ആത്മാവിൽ വിശ്വാസമുണ്ടാകട്ടെ, അതിന് പ്രകാശം കാണട്ടെ.